വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ 2025 നടക്കാൻ പോകുന്ന ആദ്യഘട്ട ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ പോലുമില്ല. അപ്പോൾ ഈ അവസാന ഘട്ടത്തിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മാത്സിനകത്തെ ആ 20 ചോദ്യങ്ങളും അടിച്ചെടുക്കുക എന്നുള്ളത് നിർണായകമാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആ വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ നിന്നുള്ള 50 മാർക്ക് നേടിയെടുക്കേണ്ടത് ഏറ്റവും നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ക്ലാസ്സിലെ ഈ കഴിഞ്ഞു പോയ 2025 ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പരീക്ഷയുടെ പ്രിലിംസിന്റെ പരീക്ഷയുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾ എഴുതി മാറിയ ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ക്ലാസ്സിലെ എളുപ്പ വഴിയിലെ പരിചയപ്പെടുത്താൻ പോവാണ്. അപ്പം നമ്മുടെ ഒന്നാമത്തെ റിവിഷൻ ക്ലാസ് ഇവിടെ തുടങ്ങുവാണ്. വളരെ നീണ്ടുപോകുന്ന ഒരു ക്ലാസ്സും എന്നാൽ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം ദാ പിടിച്ചു. ചോദ്യം ഇതായിരുന്നു: വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 9, 12, 15 ലീവ്സ് റിമൈൻഡർ ആസ് 1 ഇൻ ഈച്ച് കേസ് എന്നാണ് ചോദ്യം. 8 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ എന്നാണ് ചോദ്യം. ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അവിടെ LCM എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മൾ 2 ചോദ്യങ്ങൾ പഠിക്കാറുണ്ട്, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത്. അപ്പോൾ ചെയ്യേണ്ട പരിപാടി, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇന്ന സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഇത്ര വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ഏത് സംഖ്യകൾ കൊണ്ടാണോ ഹരിക്കേണ്ടത് ആ സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക. ഇവിടെ 8 കൊണ്ടും 9 കൊണ്ടും 12 കൊണ്ടും 15 കൊണ്ടുമാണ് ഹരിക്കേണ്ടത്. ഇത്രയും സംഖ്യകളുടെ LCM കണ്ടുപിടിച്ചിട്ട് എത്രയാണോ ശിഷ്ടം വരേണ്ടത് അതങ്ങ് കൂട്ടിയാൽ മതി. ഇവിടെ ശിഷ്ടം വരേണ്ടത് 1 ആയതുകൊണ്ട് 1 കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൈഡിലോട്ട് മാറ്റിയിട്ട് 8ൻ്റെയും 9ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. ശ്രദ്ധിക്കണം, LCM കണ്ടുപിടിക്കാൻ പോവാണ്. 8, 9, 12, 15 LCM തന്നിരിക്കുന്ന 9, 12, 15 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പം നമ്മൾ 8 അതുപോലെ അങ്ങ് താത്തിറക്കി. 9നെ 3 കൊണ്ട് ഹരിച്ച 3 ആണ്. 12നെ 3 കൊണ്ട് ഹരിച്ച 4, 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് വരും. ഇനി നമ്മൾ നോക്കുമ്പോൾ 8ഉം 4ഉം 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അഭാജ്യ സംഖ്യകൾ കൊണ്ടാണ് താഴോട്ട് ഘടകക്രിയ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ 8നെ 2 കൊണ്ട് ഹരിച്ച 4 ആണ്. 3 അതുപോലെ താത്തിറക്കി. 4നെ 2 കൊണ്ട് ഹരിച്ച 2 വരും. അവസാനത്തെ 5ഉം അതുപോലെ തന്നെ താത്തിറക്കി. ഇനി വീണ്ടും നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 4നെ 2 കൊണ്ട് ഹരിച്ച 2, 3 അതുപോലെ താത്തിറക്കി. ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 2നെ 2 കൊണ്ട് ഹരിച്ച 1, അവസാനത്തെ 5ഉം താത്തിറക്കി. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ നമ്മുടെ ആൻസർ ആയിരിക്കുവാണ്. അതായത് 3ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 3, 2, 6, 6, 2, 12, 12 × 3 36, 36 × 10 360 എന്ന് വരും. അപ്പോൾ നമുക്ക് LCM കിട്ടി. 360 എന്നാണ് LCM കിട്ടിയത്. എത്രയാണോ ശിഷ്ടം വരേണ്ടത് അതുകൂടി കൂട്ടണം. ശിഷ്ടം ഇവിടെ 1 ആണ് വരേണ്ടതെന്ന് പറഞ്ഞു. 1 കൂട്ടുക. 360ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമ്മളുടെ ഉത്തരം 361 ആയിരുന്നു. ഓപ്ഷൻ ഡി ആയിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ. എഴുതിയെടുക്കുക. കുറേ സംഖ്യകൾ തന്നിട്ട് ആ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണോ ശിഷ്ടം വരേണ്ടത്, ശിഷ്ടം എത്രയാണ് വരേണ്ടതുള്ള കാര്യം പറയും.
അത്തരത്തിൽ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുക, എത്രയാണോ ശിഷ്ടം വരേണ്ടത് അത് കൂട്ടുക എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം ചോദിച്ചിരിക്കുന്നത് 3240 എന്ന് പറയുന്ന സംഖ്യയുടെ ഫാക്ടേഴ്സിന്റെ സം എത്രയാണ് എന്നാണ് ചോദിച്ചത്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3240ന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഇവിടെ ചോദിച്ചത് ഫാക്ടേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. തന്നിരിക്കുന്ന സംഖ്യ 3240 ആണ്. 3240നെ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്യണം. അപ്പോൾ 3240 അതുപോലെ തന്നെ എഴുതി. അഭാജ്യ സംഖ്യ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 3240നെ 2 കൊണ്ടോ 3 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 5 കൊണ്ടാണ് ഘടകക്രിയ ചെയ്യുന്നത്. അപ്പോൾ 32നെ 5 കൊണ്ട് ഹരിച്ചാൽ 6 5 30, ബാക്കി ശിഷ്ടം 2 വരും, 24 മാറി. 24 എന്ന് പറയുമ്പോൾ 4 5 20, വീണ്ടും ശിഷ്ടം 4 4 0 മാറി 40, 8 5 40, 648 എന്ന് വരും. ആ 648നെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 8 4 12 6 18 3 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ 3 കൊണ്ട് ചെയ്യുന്നു. 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 48നെ 3 കൊണ്ട് ഹരിച്ചാല് 16 വരും, 216 എന്ന് വരും. ആ 216നെ വീണ്ടും 3 കൊണ്ട് ഹരിച്ചാല് 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7 വരും. 6നെ 2 കൊണ്ട് ഹരിച്ചാല് 6നെ 3 കൊണ്ട് ഹരിച്ചാല് 2 ആണ് വരുന്നത്, 72 വരും. ആ 72നെ വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ 24 വരും. 24നെ 3 കൊണ്ട് ഹരിച്ചാല് 8 വരും. 8നെ 2 കൊണ്ട് ഹരിച്ചാൽ 4 വരും. 4നെ 2 കൊണ്ട് ഹരിച്ചാല് 2 എന്ന് വരും. സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ 3240നെ അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്തിട്ട് എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ കൃത്യംഗ രൂപത്തിലേക്ക് മാറ്റുക. 2 എത്രണ്ണം ഉണ്ട്? 1 2 3. അതായത് 2 എന്ന് പറയുന്ന സംഖ്യ 3 തവണ ഉണ്ടെന്ന് മനസ്സിലായി. ഇൻറ്റു 3 എന്ന് പറയുന്നവൻ എത്രണ്ണം ഉണ്ട്? 1 2 3 4. 3 എന്ന് പറയുന്ന സംഖ്യ 4 തവണ ഉണ്ട്. ഇൻറ്റു 5 എന്ന് പറയുന്നവൻ 1 തവണയല്ലേ ഉള്ളൂ, 5/1 എന്ന് എഴുതണം. എന്നിട്ട് ഈ ചോദ്യം ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 3240 3240ന്റെ ഘടകങ്ങളുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ പവേഴ്സിന്റെ കൂടെ 1 കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. പവേഴ്സിന്റെ കൂടെ 1 കൂട്ടുക, അവ തമ്മിൽ ഗുണിക്കുക. അതായത് ചോദ്യം ചോദിച്ചത് ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ പവറുകളുടെ കൂടെ ഓരോന്ന് കൂട്ടി അവ തമ്മിൽ ഗുണിച്ചാൽ മതിയായിരുന്നു. 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4, 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5, 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2. ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി. 4 5 20, 20 × 2 40 എന്ന് എഴുതി വെച്ചാൽ മതിയായിരുന്നു. അതായത് ഫാക്ടേഴ്സിന്റെ എണ്ണം എത്ര? ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് 3240 എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ ഉത്തരം 40 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഫാക്ടേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് എഴുതി മാറ്റിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ 2 എന്ന് പറയുന്ന സംഖ്യ ഉണ്ടല്ലോ, അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടും തുടങ്ങണം എന്നറിയോ? അതായത് എപ്പോഴും പവർ 0യിൽ തുടങ്ങണം. അതായത് 2/3 കണ്ടാൽ നിങ്ങൾ എങ്ങനെ എഴുതണം എന്നറിയോ? 2/0 പ്ലസ് 2/1 പ്ലസ് 2/2 പ്ലസ് 2/3 എന്ന് എഴുതണം. 3 വരെ ആയതുകൊണ്ടാണ് 3 വരെ എഴുതിയത്. എവിടെ തുടങ്ങി? 0ത്തിൽ തുടങ്ങി 3 വരെ നമ്മൾ എഴുതി വെച്ചു. അടുത്തത് ഇൻറ്റു 3ന്റെ പവർ എവിടാ തുടങ്ങേണ്ടത്? 0ത്തിൽ തുടങ്ങി 4ൽ അവസാനിപ്പിക്കണം. അപ്പോൾ 3/0
3:1, 3:2, 3:3, 3:4 വരെ എഴുതി വെച്ചു. 3:5 ആയിരുന്നെങ്കിൽ 3:5 വരെ എഴുതണം. ഇൻറ്റു 5ന്റെ പവർ 1 അപ്പോൾ 0 തുടങ്ങിയാൽ 5/0 ഇൻറ്റു 5/1 എന്ന് വരും. ഇവിടെ ഓരോ ബ്രാക്കറ്റുകൾ നിങ്ങൾ ചെയ്യണം. ഓരോ ബ്രാക്കറ്റുകൾ ചെയ്തതിന് ശേഷം എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 2ന്റെ സ്ക്വയർ 4, 2/1 എന്ന് പറഞ്ഞാൽ 2, 2/0 എന്ന് പറഞ്ഞാൽ 1. എടാ 8 4 12, 12 2 14, 14 1 15. അപ്പൊ ആ ബ്രാക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15 ഇൻറ്റു 3/4 എന്ന് പറഞ്ഞാൽ 81, 3/4 81 പ്ലസ് 3ന്റെ ക്യൂബ് 27, 3ന്റെ സ്ക്വയർ 9, 3/1 3, 3/0 1. 27ഉം 9ഉം കൂടെ കൂട്ടിയാൽ 36, 36 3 39, 39 1 40 കൂട്ടിയാൽ 81 40ഉം കൂടെ കൂട്ടിയാൽ 121 എന്ന് വരും. അതായത് ആ ബ്രാക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 121 എന്നാണ് കിട്ടുന്നത്. നിർത്തരുത്, അവസാനം ഒരു ബ്രാക്കറ്റ് കൂടിയുണ്ട്. 5/1 എന്ന് പറഞ്ഞാൽ 5, 5/0 എന്ന് പറഞ്ഞാൽ 1, 5ഉം 1ഉം കൂടെ കൂട്ടിയാൽ 6 എന്ന് വരും. ഇവിടെ ഇതെല്ലാം കൂടെ ഗുണിച്ച ആൻസറായി. ഇവിടെ മക്കളെ 121 അതുപോലെ തന്നെ എഴുതി വെച്ചു. 15ഉം 6ഉം കൂടെ ഗുണിച്ചാൽ 90 വരും. 121നെ 90 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ കിട്ടും. 121നെ 90 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 121നെ 9 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ മതി. 121നെ 9 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1 9 9, 2 9 18 ശിഷ്ട 1, 1 9 9 1 10, 1089 എന്ന് വരും. ആ 1089ന്റെ കൂടെ ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ ഉത്തരം 10890 എന്ന് വരും. 10890 ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ ഇത്തരത്തില് ഏതെങ്കിലും ഒരു സംഖ്യ തന്നിട്ട് അതിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ അല്ലെങ്കിൽ ഫാക്ടേഴ്സിന്റെ സം കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യ അഭാജ്യ സംഖ്യ കൊണ്ട് താഴോട്ട് ഘടകക്രിയ ചെയ്ത് കൃത്യങ്ക രൂപത്തിലേക്ക് മാറ്റിയിട്ട് പവറുകളുടെ കൂടെ ഓരോന്ന് കൂട്ടി അവ തമ്മിൽ ഗുണിച്ചാൽ ഫാക്ടേഴ്സിന്റെ എണ്ണം കിട്ടുമെന്നും ഫാക്ടേഴ്സിന്റെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ പവർ എത്രയാണോ നിൽക്കുന്നത് 0 തുടങ്ങി അതുവരെ നിങ്ങൾ പ്ലസ് ചെയ്യണം. അടുത്തത് 4 നിൽക്കുന്നതെങ്കിൽ 0 തുടങ്ങി 4 വരെ എഴുതണം. 1 നിൽക്കുന്നതെങ്കിൽ 0 തുടങ്ങി 1 എഴുതുക. എന്നിട്ട് ഈ കിട്ടുന്ന ഓരോ ഉത്തരങ്ങൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് നമ്മുടെ ആൻസർ ആണ്. അപ്പൊ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദാ പിടിച്ചോ. ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചു വായിക്കണം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഒന്നുമില്ല. When the equation is multiplied or divided by same non-zero number on both side, അതായത് 0 അല്ലാത്ത ഒരു സംഖ്യ കൊണ്ട് ഒരു ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരുപോലെ ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ആ സൊല്യൂഷൻ, ഇക്വേഷന്റെ സൊല്യൂഷനിലെ എന്തെങ്കിലും മാറ്റം വരുമോ എന്നാണ് ചോദ്യം. സാധാരണ നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ട് എന്തെങ്കിലും ഇക്വേഷൻ എഴുതുക. ഈക്വൽ സിമ്പിൾ ഉള്ളതെല്ലാം ഇക്വേഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 3x + 5y = 27 വെറുതെ ഒരു ഇക്വേഷൻ എഴുതി വെച്ചു. അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഏതെങ്കിലും ഒരു നോൺ സീറോ നമ്പർ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ 7, ഞാൻ 2 സൈഡിലും 7 കൊണ്ട് ഗുണിച്ചു എന്ന് കരുതുക. അല്ലെങ്കിൽ 2 സൈഡ് ഞാൻ 10 കൊണ്ട് ഹരിച്ചു എന്ന് കരുതുക. ഇതിന്റെ സൊല്യൂഷനിൽ ഒരു മാറ്റവും വരുത്തില്ലല്ലോ. കാരണം എന്താ? 2 സൈഡും ഒരുപോലല്ലേ ചെയ്തത്. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ റൈറ്റ് സൈഡ് ചെയ്യുവാണെങ്കിൽ ഇക്വേഷനിലെ ഒരു മാറ്റവും വരുത്തില്ല എന്നുള്ള കാര്യം നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. അതായത് ആ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ, ആ ഇക്വേഷന്റെ സൊല്യൂഷനിൽ ഒരു മാറ്റവും വരുത്തില്ല.
റിമൈൻസ് സെയിം. അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദാ പിടിച്ചു. എടാ മക്കളെ, ചോദ്യം വളരെ സിമ്പിൾ ചോദ്യമാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെല്ലാം ഈ 2025 നടന്നുപോയ ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ആയതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എന്തായാലും ഇതേ നിലവാരത്തിലെ വീണ്ടും ചോദ്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. ചോദ്യം: ദ കോസ്റ്റ് ഓഫ് 2 ടേബിൾസ്, 2 ടേബിളിന്റെ വില. അപ്പൊ 2 T എന്ന് എടുക്കാം. ഒരു ടേബിളിന്റെ വില T ആണെങ്കിൽ 2 ടേബിളിന്റെ വില എന്ന് പറഞ്ഞാൽ 2 T. ആൻഡ് മീൻസ് പ്ലസ്. 4 ചെയർ, ഒരു ചെയർ എന്ന് പറഞ്ഞാൽ C. അപ്പൊ 4 ചെയർ എന്ന് പറഞ്ഞാല് 4C is equal to 16,000 എന്ന് പറഞ്ഞു. നമ്മൾ അതുപോലെ എഴുതി വെച്ചു. 2 ടേബിളിന്റെയും 4 ചെയറിന്റെയും കൂടെ ടോട്ടൽ പ്രൈസ് 16,000 എഴുതി വെച്ചു. അതേപോലെ while the cost of 1 table, ഒരു ടേബിളിന്റെ വില is equal to the cost of 6 ചെയർ എന്നാണ് പറയുന്നത്. ഒരു ടേബിളിന്റെ വില, അതായത് ഒരു ടേബിൾ എന്ന് പറഞ്ഞാൽ 1T is equal to 6 ചെയർ ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ എഴുതി വെച്ചു. ഒരു ടേബിളിന്റെ വില എന്ന് പറഞ്ഞാൽ is equal to കോസ്റ്റ് ഓഫ് 6 ചെയർ, 6 ചെയറിന്റെ വിലയ്ക്ക് തുല്യമാണെന്ന് പറഞ്ഞു. അതും എഴുതി വെച്ചു. കണ്ടുപിടിക്കാൻ പറഞ്ഞത് 9 ചെയറിന്റെ പ്രൈസ് എത്ര എന്നാണ് ചോദിച്ചത്. സിമ്പിൾ ആണ്, ഒന്നുമില്ല. 2T, ഒരു T എന്ന് പറഞ്ഞാൽ 6C അല്ലേടാ. ഒരു T എന്ന് പറഞ്ഞാൽ 6C ആണെങ്കിൽ 2T എന്ന് പറഞ്ഞാൽ 6 12C ആണെന്ന് മനസ്സിലായി. പ്ലസ് 4C അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇസ് ഈക്വൽ ടു 16,000 അതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ മക്കളെ 12Cയും 4Cയും കൂടെ കൂട്ടിയാൽ 16C എന്ന് വരത്തില്ലേ? ഇസ് ഈക്വൽ ടു 16,000 അതുപോലെ തന്നെ എഴുതി വെച്ചു. 16Cയുടെ വില 16,000 ആണെങ്കിൽ ഒരു Cയുടെ വില എത്ര എന്ന് ചോദിച്ചാല് 16,000-നെ 16 കൊണ്ട് ഹരിച്ചാൽ പോരെ. ഈ 16 വെട്ടിയാല് ഉത്തരം 1000 എന്ന് വരും. അതായത് ഒരു ചെയറിന്റെ വില എന്ന് പറഞ്ഞാൽ 1000 രൂപയാണെന്ന് മനസ്സിലായി. ചോദിച്ചത് 9 ചെയറിന്റെ വില എത്രടാ എന്നാണ് ചോദിച്ചത്. ഒരു ചെയറിന്റെ വില 1000 രൂപയാണെങ്കിൽ 9 ചെയറിന്റെ വില എന്ന് പറഞ്ഞാൽ 9 × 1000, അതായത് ഉത്തരം 9,000 എന്ന് വരും. ഓപ്ഷൻ എ ആയിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു മാറിയത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. സോ ഇതെല്ലാം 50/25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ പോയ ചോദ്യങ്ങളാണ്. അടുത്തത് മറ്റൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ദാ പിടിച്ചു. ചോദ്യം ഇതായിരുന്നു: 2 × 3 × 7 is the prime factorization of a particular number. ഒരു നമ്പറിനെ പ്രൈം നമ്പർ കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ദ സംഖ്യ, ദ നമ്പർ ദാറ്റ് ഈസ് x is equal to x. ലെറ്റ് ദ നമ്പർ ബി x. x എന്ന് പറയുന്ന സംഖ്യ നമ്മൾ നമ്പറായിട്ട് കരുതുക. ആ സംഖ്യയെ പ്രൈം ഫാക്ടറൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2⁻1 × 3⁻1 × 7⁻1 ആണെന്ന് പറഞ്ഞു. നമ്മൾ എഴുതി വെച്ചു. 2⁻1 × 3⁻1 × 7⁻1 ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എഴുതി വെച്ചു. ചോദ്യം: വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ? സംഖ്യയുടെ സ്ക്വയർ എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും സംഖ്യ എന്ന് പറഞ്ഞാല് 2⁻1 × 3⁻1 × 7⁻1 അല്ലേ? അതായത് 2⁻1 എന്ന് പറഞ്ഞാൽ 2, 3⁻1 3, 7⁻1 7. അതായത് 7 3 21, 21 2 42 ആണെന്ന് മനസ്സിലായി. സംഖ്യ 42 ആണ്. വാട്ട് ഈസ് ദ നമ്പർ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ, സംഖ്യ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ 42 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. ചോദ്യം വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ എന്നാണ് ചോദിച്ചത്. അതായത് സ്ക്വയർ കണ്ടുപിടിക്കണം. 42 ആയിരുന്നു സംഖ്യയെങ്കിൽ 42ന്റെ സ്ക്വയർ എടുക്കുക. അതായത് 42ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 42 × 42, 2 2 4,
4 2 8 4 2 8 8 8 16 ശിഷ്ടം 1 നന്നാല് 16 1 17 ഉത്തരം 1764 എന്ന് വരും. 1764 ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയുടെ ഡയറക്റ്റ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ സാധനം തന്നെ ആയിരിക്കും എന്ന് ഓർത്തിരുന്നു കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്ന ചോദ്യം, ഇവിടെ ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അവിടെ വരേണ്ട സംഖ്യ ഏതാടാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ്. പവർ മൈനസ് ആണ് അല്ലേ? പവർ മൈനസ് ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആകും എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് a⁻m is equal to 1/a⁻m ആണ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആകും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിലെ പവർ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബേസ് നമ്പർ തലതിരിച്ചാൽ, അതായത് ബേസ് നമ്പറിനെ തലതിരിക്കുവാണെങ്കിൽ പവർ പോസിറ്റീവ് ആകും. അതാണ് a⁻m is equal to 1/a⁻m എന്ന് പറയുന്ന സാധനം. നമ്മൾ ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി 90 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യൻ മാർക്കിന് വരെ എക്സ് കൊടുത്തു ഇസ് ഈക്വൽ ടു വലതുവശം ഇതാണ്ട് നോക്കിക്കോണേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബേസ് നമ്പറിനെ തലതിരിച്ചു. സോ ബേസ് നമ്പർ തലതിരിച്ചാൽ റൂട്ട് ഓഫ് 729 മേളിൽ പോയി താഴെ 64 വന്നു. ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആവും, -1/3 എന്നുള്ളത് 1/3 ആയിട്ട് മാറും. എഴുതി വെച്ചു. ബേസ് നമ്പറിനെ തലതിരിച്ചാൽ പവർ പോസിറ്റീവ് ആവും. സോ ഇവിടെ 90/x അതുപോലെ തന്നെ എഴുതി, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 729ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 27 ആണ്, 27 ആണ്. 729ന്റെ സ്ക്വയർ റൂട്ട് 27, 64ന്റെ സ്ക്വയർ റൂട്ട് 4, 64ന്റെ സ്ക്വയർ റൂട്ട് ആണ് വേണ്ടത്. 64ന്റെ സ്ക്വയർ റൂട്ട് 8 ആണ്, ക്യൂബ് റൂട്ട് അല്ല വേണ്ടത്. 64ന്റെ സ്ക്വയർ റൂട്ട് ആണ് വേണ്ടത്. 64ന്റെ സ്ക്വയർ റൂട്ട് 8 എന്ന് വരും. അത് ശ്രദ്ധിച്ചോണേ. 729ന്റെ സ്ക്വയർ റൂട്ട് 27, 64ന്റെ സ്ക്വയർ റൂട്ട് 8. എന്നിട്ട് നമ്മൾ പവർ അതുപോലെ തന്നെ ⁻⁻³ അതുപോലെ തന്നെ എഴുതി വെച്ചു. ⁻⁻³ മീൻസ് ക്യൂബ് റൂട്ട് ആണെന്ന് എല്ലാവർക്കും അറിയാം. ⁻²² എന്ന് പറഞ്ഞ സ്ക്വയർ റൂട്ട് ആണ്, ⁻⁻³ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ 90/x അതുപോലെ തന്നെ എഴുതി വെച്ചു ഇസ് ഈക്വൽ ടു 27ന്റെ ക്യൂബ് റൂട്ട് 3 ആണെന്ന് അറിയാം. 27ന്റെ ക്യൂബ് റൂട്ട് 3 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണ് അല്ലെ? 27ന്റെ ക്യൂബ് റൂട്ട് 3 ആണ്. 8ന്റെ ക്യൂബ് റൂട്ട് 2 ആണെന്ന് മനസ്സിലായി. ഇവിടെ 3ന്റെ 30ാമത്തെ മൾട്ടിപ്പിൾ ആണ് 90. 3ന്റെ 30ാമത്തെ മൾട്ടിപ്പിൾ ആണ് 90. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to 30 × 2 60. ആൻസർ 60. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കഴിഞ്ഞു പോയ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളാണെങ്കിലും മെയിൻസ് പരീക്ഷകളാണെങ്കിലും ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ഫേസ് ചെയ്ത ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു പഠിക്കണം, കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പതിയെ പോകാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചോദ്യം, SN എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ AP. അതായത് SN എന്ന് പറഞ്ഞാൽ ഒരു AP-യുടെ ആദ്യത്തെ n ടേമുകളുടെ തുകയാണെന്ന് പറഞ്ഞു നമ്മൾ എഴുതി വെച്ചു. S40 ആദ്യത്തെ 40 പദങ്ങളുടെ തുക 1030 ആണ്. ആദ്യത്തെ 12 പദങ്ങളുടെ തുക 57. അങ്ങനെയാണെങ്കിൽ S30 - S10, അതായത് ആദ്യത്തെ 30 പദങ്ങളുടെ തുകയിൽ നിന്നും ആദ്യത്തെ 10 പദങ്ങളുടെ തുക മൈനസ് ചെയ്താൽ ആൻസർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴേ നമുക്ക് എല്ലാവർക്കും അറിയാം, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ?
അതായത് തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു 2a + n-1 ഇൻറ്റു d ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളത് എഴുതി വെച്ചു. ഇനി ചോദ്യകർത്താവ് പറയുന്നു ആദ്യത്തെ 40 പദങ്ങളുടെ തുക 1030 ആണെന്ന് പറഞ്ഞില്ലേ? അങ്ങനാണെങ്കിൽ നമുക്ക് എന്നിന്റെ വില 40 ആ ഇക്വേഷനിൽ കൊണ്ടേ കൊടുക്കാം. എന്നിന്റെ വില 40 കൊടുക്കുക. അപ്പോൾ 40/2, ഞാൻ കുറേയൊക്കെ നിങ്ങൾ മനസ്സിൽ ചെയ്യണം. 40 പദങ്ങളുടെ തുക 1030 ആണെങ്കിൽ ഈ ഇക്വേഷനകത്ത് എന്നിന്റെ വില 40 കൊടുത്തു. 40/2 20 ആണ്. ഇൻറ്റു 2a എന്നും അറിയത്തില്ല, 2a അതുപോലെ തന്നെ എഴുതി വെച്ചു. പ്ലസ് n-1 എന്ന് പറഞ്ഞാൽ 40 1 കുറച്ചാൽ 39 ആണ്. 39d അതുപോലെ തന്നെ എഴുതി വെച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1030 അതുപോലെ തന്നെ എഴുതി വെച്ചു. കണ്ടോ? അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനി ദാണ്ട്ര ഈ 0 കട്ട് ചെയ്ത് കളഞ്ഞൂടെ? കാരണം അല്ലെങ്കിൽ 20 അപ്പുറത്ത് പോയാൽ ഹരണമായി. 1030നെ 20 കൊണ്ട് ഹരിച്ചാലും 0 വെട്ടിപ്പോയിട്ട് നമുക്ക് 2a + 39d ഈസ് ഈക്വൽ ടു 103/2 എന്ന് വരും. കാരണം ഈ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 2 അപ്പുറത്ത് പോയാൽ ഹരണമായി. ഇതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. ഇനി ചോദ്യകർത്താവ് രണ്ടാമതൊരു ഡാറ്റ തന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. കണ്ടുപിടിക്കേണ്ടത് S30 - S10 ആണ്. അതിനകത്തൊരു തീരുമാനം ആക്കിയിട്ട് നമുക്ക് മറ്റതിലേക്ക് പോകാം. അതെന്താണെന്ന് നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അത് ആദ്യം എന്താണെന്ന് നോക്കാം. എടാ കുഞ്ഞുങ്ങളെ, S30 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 പദങ്ങളുടെ തുക എന്നല്ലേ അർത്ഥം. അപ്പൊ എന്നിന്റെ അവിടെ 30 കൊടുത്താൽ, എന്നിന്റെ അവിടെ 30 കൊടുത്തു കഴിഞ്ഞാല് 30/2 എന്ന് പറഞ്ഞാല് 15 ആണ്. 30/2 15. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 2a അതുപോലെ തന്നെ എഴുതി, പ്ലസ് ചിഹ്നം കൊടുത്തു. എന്നിന്റെ വില 30 ആണ്. 30 1 കുറച്ചാൽ 29, 29d എന്ന് വരും. 29d അതുപോലെ തന്നെ എഴുതി വെച്ചു. എന്നിട്ട് മൈനസ് ചിഹ്നം കൊടുത്തു. S10 എന്ന് പറഞ്ഞാല് ആദ്യത്തെ 10 പദങ്ങളുടെ തുക എന്നാണ് അർത്ഥം. എന്നിന്റെ അവിടെ നിങ്ങൾ 10 കൊടുക്കുക. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. 2a അതുപോലെ തന്നെ എഴുതി വെച്ചു, പ്ലസ് ചിഹ്നം കൊടുത്തു. എന്നിന്റെ വില 10 ആണ്. 10 1 കുറച്ചാൽ 9, 9d എന്ന് വരും. 9d അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇനി 15 അകത്തോട്ട് ഗുണിക്കുക. 15 2 30a എന്ന് വരും. പ്ലസ് 29ഉം 15ഉം കൂടെ ഗുണിച്ചാൽ 29നെ 15 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 9×5 45 ശിഷ്ടം 4. 9ഉം 10ഉം കൂടെ കൂട്ടിയാൽ 19. 19 4ഉം 23 ശിഷ്ടം 2. 1 2 2 2 2 4 435 എന്ന് വരും. അപ്പൊ ഇവിടെ 435d എന്ന് കിട്ടും. മൈനസ് 5ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 10a പ്ലസ് അല്ല, ഈ മൈനസും ഈ പ്ലസും കൂടെ ഗുണിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കവിടെ മൈനസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ മൈനസ് 9×5 45 45d എന്ന് വരും. എഴുതി വെച്ചു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 30a മൈനസ് 10a 20a എന്ന് വരത്തില്ലേ? ഇനി പ്ലസ് 435dയും മൈനസ് 45dയും കൂടെ ചേരുമ്പോൾ എന്ത് വരും? 435 45 കുറയ്ക്കണം. 435 45 കുറച്ചാൽ എത്ര? 5 5 കുറച്ചാൽ 0. 13 4 കുറച്ചാൽ 9 വരും. അവസാനം 3 മാത്രമേ ഉള്ളൂ. 390 എന്ന് വരും. സോ പ്ലസ് 390d എന്ന് വരും. ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ 20a പ്ലസ് 390dയുടെ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 2a പ്ലസ് 39d എന്ന് പറഞ്ഞാൽ 103/2. കണ്ടുപിടിക്കേണ്ടത് 20a പ്ലസ് 390d ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 2 20 ആകണമെങ്കിൽ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. 39 10 ആകണമെങ്കിലും 39 390 ആകണമെങ്കിലും 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഒന്നാമത്തെ ഇക്വേഷന്
ഒന്നാമത്തെ ഇക്വേഷനെ ഒറ്റയടിക്ക് 10 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തും. ഇതാണ് ചോദ്യകർത്താവ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനെ 10 കൊണ്ട് ഗുണിച്ചാൽ ത്രൂ ഔട്ട് 10 കൊണ്ട് ഗുണിക്കും. അപ്പോൾ ഇവിടെയും 10 കൊണ്ട് അങ്ങ് ഗുണിച്ചു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കുക. ഈ സാധനത്തിന് ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. സോ ലെഫ്റ്റ് സൈഡ് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 × 2 20 എന്ന് വരും. പ്ലസ് 39നെ 10 കൊണ്ട് ഗുണിച്ചാൽ 390 D ആയി. സോ ഇവിടെ 10 കൊണ്ട് ഗുണിച്ചാൽ 2ഉം 10ഉം കൂടെ വെട്ടി 5 ആയി. അപ്പൊ 103 × 5 എന്ന് വരും. 103നെ 5 കൊണ്ട് ഗുണിച്ചാൽ 103നെ 5 കൊണ്ട് ഗുണിക്കുവാണെങ്കിൽ I3 15 1 5 ഉത്തരം 515 ആയിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. കുറച്ച് നിലവാരമുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതുപോലെ ചോദ്യം ഡിഗ്രി ലെവൽ 2022 2021 കാലഘട്ടങ്ങളിലെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലെ മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു. സ്വന്തമായിട്ടൊന്ന് ചെയ്തു പഠിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്തത് ദാ പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ ഇതേ മോഡലിൽ തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആ സമാന്തര ശ്രേണിയാണ്, അരിത്മെറ്റിക് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം: ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ആൻ AP ഈസ് 30. ഒരു APയുടെ തുടർച്ചയായ 3 പദങ്ങൾ, സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്, ഒരു APയുടെ ആദ്യത്തെ 3 ടേമിന്റെ തുക 30 ആണ്. ആൻഡ് ദ സം ഓഫ് ലാസ്റ്റ് 3 ടേംസ്, അവസാനത്തെ 3 ടേമിന്റെ സമ്മ് 36 ആണ്. ഫസ്റ്റ് ടേം 9 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ടേംസ്, എത്ര ടേം ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരു AP, ഒരു സമാന്തര ശ്രേണിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും മിഡിൽ നമ്പർ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊരു APയുടെയും ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പർ ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആവറേജ് ഈസ് ഈക്വൽ ടു മിഡിൽ നമ്പർ. AP ആണെങ്കിൽ മിഡിൽ നമ്പർ ആയിരിക്കും. അല്ലാതെ ആവറേജ് കണ്ടുപിടിക്കാൻ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്നും പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ സമ്മ് 30 അല്ലേ? സമ്മ് 30 ആണ്. നമ്പർ 3 എണ്ണം അല്ലേ? അപ്പോൾ 30നെ 3 കൊണ്ട് ഹരിച്ചാൽ ആവറേജ് കിട്ടത്തില്ലേ? 30നെ 3 കൊണ്ട് ഹരിച്ചാലേ ആവറേജ് കിട്ടും. 30നെ 3 കൊണ്ട് ഹരിച്ചാലേ 10 ആണ്. ആ 10 എന്ന് പറഞ്ഞാല് മിഡിൽ നമ്പർ ആണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പോൾ ആദ്യത്തെ 3 സംഖ്യകളിലെ മിഡിൽ നമ്പർ 10 ആണ്. ഫസ്റ്റ് ടേം 9 ആണെന്ന് തന്നിട്ടുമുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ശ്രേണി പോകുന്നത് ഓരോന്ന് വീതം കൂടിക്കൂടിയാണ്. 9, 10, 11, 12, 13, 14, 15 അങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ മിഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ആവറേജ് ആയിരിക്കും. ആവറേജ് കണ്ടുപിടിക്കാൻ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ആണെന്ന് ഓർത്തിരിക്കണം. അവസാനത്തെ 3 സംഖ്യകളുടെ സമ്മ് 36 ആണ്. എണ്ണം 3 എണ്ണമാണ്. സോ അങ്ങനെയാണെങ്കിൽ മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ. സമ്മ് 36 ആണ്, എണ്ണം 3. 36നെ 3 കൊണ്ട് ഹരിച്ചാൽ 12 വരും. അങ്ങനെ അവസാനത്തെ 3 സംഖ്യകളില് മിഡിൽ നമ്പർ 12 ആണെന്ന് മനസ്സിലായി. കാരണം ആവറേജ് ഈസ് ഓൾവേസ് മിഡിൽ നമ്പർ. ആവറേജ് 36/3 12 ആണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ആ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്, 12 ആണ്, 12 ആണ്. അപ്പോൾ മിഡിൽ നമ്പർ 12 ആണെന്നുള്ള കാര്യം കൺഫേം ആയി. ഏത്? അവസാനത്തെ 3 സംഖ്യകളിലെ മിഡിൽ നമ്പർ ഏതാണ്? 12 ആണ്. അപ്പൊ അവസാന ഒരു 3 സംഖ്യകളുണ്ട്. അവസാനത്തെ 3 സംഖ്യകളിലെ മിഡിൽ നമ്പർ 12 ആണെന്ന് മനസ്സിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്തത് 13 ആയിരിക്കുമെന്നും അതിന് മുമ്പേ ഉള്ളത് 11 ആയിരിക്കുമെന്നും കോമൺ സെൻസ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ആദ്യ സംഖ്യ 9 ആണെങ്കിൽ അടുത്തത് 10, അതിനടുത്തത് 11 ആണെന്നും സിമ്പിൾ ആയിട്ട് പറയാം. സോ ഇതാണ് അവസ്ഥ. ആദ്യത്തെ ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി ആദ്യത്തെ 3 സംഖ്യകൾ 9, 10, 11 ആണെന്ന് മനസ്സിലായി. രണ്ടാമത് വന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായത് അവസാനത്തെ 3 സംഖ്യകൾ 11, 12, 13 ആണെന്നും മനസ്സിലായി. അപ്പൊ എന്തായാലും ഒരു APക്ക് 2 ടേം 11 ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സംഖ്യകൾ 9, 10, 11, 12, 13 ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 9, 10, 11,
12-13 ഇതാണ് നമ്മുടെ AP എന്ന് നമുക്ക് ഈ രണ്ട് ഡാറ്റ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇവിടെ ചോദ്യകർത്താവ് അവസാനത്തെ 3 നമ്പറാണ് പിടിച്ചത്. സോ മിഡിൽ നമ്പർ കറക്റ്റ് ആയിട്ട് 12 വന്നു. ആദ്യത്തെ 3 സംഖ്യകൾ പിടിച്ചപ്പോൾ മിഡിൽ നമ്പർ കറക്റ്റ് 10 ആയിട്ട് വന്നു. സോ ഇവിടെ സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. സംഖ്യകളുടെ എണ്ണം 3ഉം 2ഉം 5 എണ്ണമാണ് ഉള്ളതെന്ന് മനസ്സിലായി. ഇവിടെ 5 സംഖ്യകളാണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നും മനസ്സിലായി. സിമ്പിൾ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. സോ ലാഭവും നഷ്ടവും എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ നല്ലൊരു ചോദ്യമാണ് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം നോക്കിക്കേ, ഇതുപോലൊരു ചോദ്യം ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുൻ വർഷ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാരണം ഇതാണ്. ഒരു ട്രേഡർ 26 കിലോഗ്രാം അരി 1 കിലോഗ്രാമിന് 20 രൂപ എന്ന തോതിൽ വാങ്ങിച്ചു. ₹20 per kg എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാമിന് 20, അങ്ങനെ 26 കിലോഗ്രാം വാങ്ങിച്ചു. എന്നിട്ട് അടുത്തത് പിന്നെ അയാൾ വാങ്ങിച്ചത് 30 കിലോഗ്രാം റൈസ്. അത് 1 കിലോഗ്രാമിന് 36 എന്ന രീതിയിലാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ വാങ്ങിച്ചു കടയിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ആ കൊണ്ടുവന്ന അരിയെല്ലാം കൂടെ 1 കിലോഗ്രാമിന് 30 രൂപ എന്ന തോതിൽ വിറ്റു. സ്വാഭാവികമായിട്ടും അയാൾക്ക് ലാഭമാണോ ഉണ്ടാകുന്നത്, നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് ചോദ്യകർത്താവ് ചോദിച്ചത്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം ഒന്നാമത്തെ സാധനം ഉണ്ടല്ലോ, ഒന്നാമത്തെ ഐറ്റം, അതിന്റെ വാങ്ങി വില കണ്ടുപിടിക്കണം. CP1 കോസ്റ്റ് പ്രൈസ് 1 കണ്ടുപിടിക്കണം. എടാ മക്കളെ, 1 കിലോഗ്രാമിന് 20 രൂപയാണ്, അങ്ങനെ 26 കിലോഗ്രാം വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന് 20 രൂപ വെച്ചിട്ട് 26 കിലോഗ്രാം ആകുമ്പോൾ 26 × 20, 26നെ 2 കൊണ്ട് ഗുണിച്ചാൽ 52, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 520. അപ്പോൾ കച്ചവടക്കാരന് അല്ലെങ്കിൽ ആ ട്രേഡറിന് ഒന്നാമത്തെ അരിയിൽ അല്ലെങ്കിൽ ആ വെറൈറ്റി ഓഫ് റൈസ്, ഒന്നാമത്തെ വെറൈറ്റി ഓഫ് റൈസിലെ ചെലവായ പൈസ 520 ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ രണ്ടാമത്തേലേക്ക് പോകുന്നു. CP2 ആണ്. 1 കിലോഗ്രാമിന്റെ വില 36, ഇവിടെ വായിക്കണേ, അത് വിറ്റതാണ്. 1 കിലോഗ്രാമിന്റെ വില 36 രൂപയാണ്. അങ്ങനെ 30 കിലോഗ്രാം ആണ് മിക്സ് ചെയ്തത്. അങ്ങനെ 1 കിലോഗ്രാമിന്റെ വില 36, എടുത്ത അരി 30. അപ്പൊ 30 കിലോഗ്രാം ആണ് എടുത്തത്. 1 കിലോഗ്രാമിന്റെ വില 36 ആണെങ്കിൽ ടോട്ടൽ ചെലവായ പൈസ കണ്ടുപിടിക്കാൻ ആ 30നെ 36 കൊണ്ട് ഗുണിക്കുക. ഒന്നും കൂടെ പറയാം, 1 കിലോഗ്രാമിന്റെ വില 36 രൂപയാണ്. അങ്ങനെ 30 കിലോഗ്രാം ആണ് അയാൾ വാങ്ങിച്ചത്. ഒന്നും കൂടെ, എടാ 1 കിലോഗ്രാമിന്റെ വില 36 രൂപ, അങ്ങനെ 30 കിലോഗ്രാം റൈസ് ആണ് അയാൾ രണ്ടാമത്തെ വെറൈറ്റി ആയിട്ട് വാങ്ങിച്ചത്. അങ്ങനെയാണെങ്കിൽ 36 30 കൂടെ ഗുണിക്കുക. 36നെ 3 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ മതി. 36നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6 3 18 ശിഷ്ട 1, 3 9 1 10, 108 വരും. ഒരു 0 കൂടെ ചേർത്ത് എഴുതുവാണെങ്കിൽ 1080 എന്ന് വരും. ചുരുക്കി പറഞ്ഞാല് ഇവിടെ 26 കിലോഗ്രാം അരിയാണ് എടുത്തത്, 20 രൂപ വെച്ചിട്ടുള്ള അരി, 1 കിലോഗ്രാമിന് 20 രൂപ വെച്ചിട്ടുള്ള അരി. രണ്ടാമത്തതിലെ 30 കിലോഗ്രാം അരി എടുത്തു, 1 കിലോഗ്രാമിന്റെ വില 36 രൂപയാണ്. സോ അങ്ങനെ അയാൾക്ക് ചിലവായ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1080ഉം 520ഉം ആണ്. 1080ഉം 520ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 1600 എന്ന് വരും. അപ്പോൾ അയാൾക്ക് മുടക്കിയ പൈസ അല്ലെങ്കിൽ നമ്മുടെ അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1600 ആണെന്ന് മനസ്സിലായി. ആ കച്ചവടക്കാരനെ 2 വെറൈറ്റി റൈസ് ഹോൾസെയിൽ ഡീലറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അയാൾക്ക് ആകെ മുടക്കിയ പൈസ അല്ലെങ്കിൽ അയാളുടെ മുടക്ക് മുതൽ എന്ന് പറഞ്ഞാൽ 1600 ആണ്. വിറ്റത്, അതായത് ആ 26 കിലോഗ്രാമും ഈ 30 കിലോഗ്രാമും കൂടെ ചേർന്നിട്ടുള്ള, അതായത് മൊത്തത്തില് 56 കിലോഗ്രാം ആണല്ലോ അയാൾ വാങ്ങിച്ചത്. ഈ 56 കിലോഗ്രാം അയാൾ വിറ്റത് ഒറ്റയടിക്ക് വിൽക്കുമായിരുന്നു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആ 56 കിലോഗ്രാം റൈസ് 1 കിലോഗ്രാമിന് 30 രൂപ വെച്ചിട്ടാണ് വിറ്റത്. 56 കിലോഗ്രാം 30 രൂപ വെച്ച് വിൽക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ 56 × 30 അല്ലെങ്കിൽ 56നെ 3 കൊണ്ട് ഗുണിച്ചൊരു 0 കൊടുത്താൽ മതി.
6 3 18 ശിഷ്ടം 1 I 3 15 1 16 ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 1680 എന്ന് വരും. അപ്പോൾ ഒരു കാര്യം കൺഫേം ആയി, 1600-നാണ് വാങ്ങിച്ചത്, വിറ്റപ്പോൾ 1680 കിട്ടി. അപ്പോൾ ലാഭമാണ്. ലാഭവും നഷ്ടവും ഇല്ല എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ പ്രോഫിറ്റിനെ 100 കൊണ്ട് ഗുണിക്കുക എന്ന് ഓർത്തിരുന്നാൽ മതി. പ്രോഫിറ്റ് 1600 മുടക്കി 1680 കയ്യിൽ വന്നാൽ 80 രൂപയാണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. സോ പ്രോഫിറ്റിനെ നിങ്ങൾ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP കോസ്റ്റ് പ്രൈസ്, വാങ്ങിവില 1600 ആണെന്ന് മനസ്സിലായി. 2 ക്യാൻസലായി. 80ഉം 16ഉം കൂടെ വെട്ടുവാണെങ്കിൽ 16ന്റെ 5ാമത്തെ മൾട്ടിപ്പിൾ ആണ് 80 എന്ന് മനസ്സിലായി. ഉത്തരം 5%, അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യം ഇതിന് മുമ്പും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇത് കണ്ടു പഠിച്ച് പരിചയമുള്ള ചോദ്യമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറെ അധികം മാത്സിലെ നല്ല ചോദ്യങ്ങൾ 2025 ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച കുറെ അധികം നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു മിറാക്കിൾ 2.0 എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യ ഘട്ടത്തിൽ, അതായത് മിറാക്കിൾ നമ്മുടെ ആദ്യ ബാച്ചിലെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തുകൊണ്ട് നല്ല അഭിപ്രായമാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ, സ്വീകാര്യതയുള്ളൊരു ബാച്ചായിരുന്നു മിറാക്കിൾ. അതിൻ്റെ തുടർച്ച എന്നോണം രണ്ടാം ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ വരാൻ പോകുന്ന ഈ മിറാക്കിൾ 1 എന്ന് പറയുന്ന ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും മിറാക്കിൾ 2.0 നമ്മൾ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ പാക്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞു പോകുന്ന ആദ്യഘട്ട പരീക്ഷയുടെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ആ ഒരു ട്രെൻഡിൽ കൂടിയായിരിക്കും നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്നത്. സോ അപ്പം മിറാക്കിൾ 2.0 ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. വളരെയധികം സാധ്യതയുള്ളതും വളരെയധികം റിസൾട്ട് ഓറിയന്റഡുമായിട്ടുള്ള ഒരു സീരീസാണ് നമ്മുടെ മിറാക്കിൾ എന്ന് പറയുന്ന ബാച്ച്. സോ മിറാക്കിൾ ബാച്ചിന്റെ അവസാനത്തെ സീരീസാണിത്. എല്ലാവർക്കും അഡ്മിഷൻ എടുത്തുകൊണ്ട് 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന രണ്ടാം ഘട്ട പ്രിലിംസിന്റെ പരീക്ഷയിലെ നല്ല വിജയം നേടുവാൻ ഈ ഒരു ബാച്ച് സഹായകരമാവും. അപ്പോൾ ആദ്യഘട്ട പരീക്ഷ എഴുതുന്നവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.